മോസ്റ്റ് ഓഫ് ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്ന സംഭവമാണ് ഓലെ ലൈഫിൽ പ്രൊഡക്ടിവിറ്റി ഇല്ല എന്നുള്ളത്. ഓൽക്കൊരു ഗോൾ ഉണ്ടാവും, ആ ഗോളിന് വേണ്ടിയിട്ട് ഡെയിലി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഡെയിലി ടാസ്ക്സുകൾ എന്തൊക്കെ ചെയ്യണമെന്നുണ്ടാവും ഓൽക്ക് അറിയുണ്ടാവും. ബട്ട് ഓൽക്ക് ആ സംഭവം ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി ആ സംഭവം ഓല് ഉദ്ദേശിച്ച സമയത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് തീർക്കണില്ല. ആ സംഭവങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച സംഭവങ്ങൾ മറന്നു പോകുക. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ടു ബീങ് എ പ്രൊഡക്റ്റീവ് ഫോർ എവരി സിംഗിൾ ഡേ. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷിർ. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ ലൈക്ക് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഹെൽത്ത്, പെർഫോമൻസ്, ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി, നമ്മളെ ഫോക്കസ്, അലേർട്ട്നെസ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഞാൻ മെയിനായിട്ട് ഒരു 5-6 അല്ലെങ്കിൽ ഒരു 6 സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ ഡെയിലി യൂസ് ചെയ്ത് വരുന്നതാണ്. നമ്മളെ പ്രൊഡക്ടിവിറ്റി, നമ്മളെ ഫോക്കസ്, നമ്മളെ അലേർട്ട്നെസ്, നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങൾ ആ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ നല്ല പ്രൊഡക്റ്റീവായിട്ട് നല്ല എനർജിക്കായിട്ടൊക്കെ ആയിട്ട് ആ സംഭവങ്ങൾ ചെയ്ത് തീർക്കാൻ ഞാൻ മെയിനായിട്ട് ഒരു 6 സംഭവങ്ങൾ യൂസ് ചെയ്യലുണ്ട്. സോ പ്രൊഡക്ടിവിറ്റി നമ്പർ 1, നോ ഫോൺ യുവർ വർക്കിംഗ് ഏരിയ. അതായത് നിങ്ങളിപ്പോൾ പഠിക്കാതിരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വലിയ വർക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിലും നിങ്ങളിതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേഷനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്താനോ നിങ്ങൾ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും മീറ്റിങ്ങിന് എന്ത് സംഭവിക്കുകയാണെങ്കിലും ഒന്നെങ്കിൽ ഫോണ് വിസിബിൾ ആക്കുക, ഇൻവിസിബിൾ ആക്കുക, ഫോൺ കാണാത്ത രൂപത്തിലാക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫോണിൻ്റെ സൈലൻറ്റിലാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ മോഡേൺ സൊസൈറ്റി ആയതുകൊണ്ട് നമ്മളെന്തെങ്കിലും കാര്യത്തിനേക്കാരം ചിലപ്പോൾ പഠിക്കാൻ ആവശ്യമുള്ള കാര്യത്തിനേക്കാരം നമ്മൾ ഫോൺ എടുത്തേക്കുക. ചിലപ്പോൾ വല്ല ക്വസ്റ്റ്യൻ ആൻസർ നോക്കാനോ അല്ലെങ്കിൽ മീനിങ് നോക്കാനൊക്കെ കയറി എടുത്തേക്കുക. ബട്ട് നമ്മൾ മൈൻഡ്ലെസ് ആയിക്കൊണ്ട് നമ്മൾ പോലും അറിയാത്ത എന്ത് ചെയ്യും, നമ്മൾ സ്ക്രോൾ ചെയ്യും. സോ പ്രൊഡക്ടിവിറ്റി നമ്പർ 2, പ്ലാൻ യുവർ ഡേ അഡ്വാൻസ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യുക. അതായത് നാളെ ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം, നാളെ എത്ര മണിക്ക് എണീക്കണം, രാവിലെ എണീറ്റിലൂടെ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യണം, ഈ സംഭവം എത്ര ടൈമിലോട്ട് ചെയ്യണം. അതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഒരു 5 മണിക്ക് എണീക്കുക, പ്രയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, ഒരു 10 മിനിറ്റ് ഓടാൻ പോകുക, എന്നിട്ട് വീഡിയോ എടുക്കുക, സ്ക്രിപ്റ്റ് ചെയ്തുക, ഇംഗ്ലീഷ് വായന, അതുപോലെ തന്നെ അടുത്ത വീഡിയോക്കില്ല സ്ക്രിപ്റ്റ് സബ്സ്റ്റാക്ക് പറയുന്ന ആപ്പിൽ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ ഓരോരോ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ എത്ര സമയം മുതൽ എത്ര സമയത്തേക്ക് വരെ എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ടു ഡു ലിസ്റ്റ് കടക്കണിന് മുന്നേ, അതായത് നാളേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇന്ന് കടക്കണിന് മുന്നേ എന്ത് ചെയ്യുക, ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലത്ത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടോ, ഞാനൊരു ടു ഡു ലിസ്റ്റ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കും. ഞാൻ ഡെയിലി ഉണ്ടാക്കലില്ല, ഞാൻ മന്ത്ലിയാണ് ഉണ്ടാക്കൽ. പിന്നെ ഡെയിലി എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ടുള്ള സങ്കല്പങ്ങളിൽ മാത്രമേ എഴുതിയേക്കുള്ളൂ. ഞാൻ ഒരു മന്ത്ലിക്ക് വേണ്ടിയ സംഭവങ്ങൾ ആ ഒരു മാസത്തെ ഗോൾ എന്താ അതിനെ അലൈൻ ചെയ്ത ഹാബിറ്റ്സുകൾ ഞാൻ ഒരു മന്ത്ലി ആയിട്ട് ടു ഡു ലിസ്റ്റ് ആക്കിയാണ് ഇവിടെ കീപ്പ് ചെയ്യും. ഞാൻ രാവിലെ അപ്പോൾ ഇതിൻ്റെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നീച്ചിട്ട് നമുക്കൊരു അവയർനെസ് ഉണ്ടാവും. നമ്മളെ ബ്രെയിനിന് ഇത് കാണുമ്പോൾ തന്നെ ഒരു അവയർനെസ് ഉണ്ടാവും. സോ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് എണീറ്റ് ഒരു 10 മിനിറ്റ് ബുക്ക് വായിക്കണം, 10 മിനിറ്റ് പോഡ്കാസ്റ്റ് കേൾക്കണം, പിന്നെ വീഡിയോ എടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ ഷൂട്ട് ചെയ്യണം. അതൊക്കെ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു അവയർനെസ് കിട്ടും, എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയും. പിന്നെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. നമ്മളിത് പറഞ്ഞ മാതിരി അറിയണത് കൊണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ തന്നെ ഡൗട്ട് അടിച്ചില്ല, ഇന്നിപ്പോൾ എന്താ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചെയ്യുക, ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്തില്ലേ, എന്താ ചെയ്യുക, ആ ഒരു ഡൗട്ടും കാര്യങ്ങളും എന്താ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, ആ ഒരു ഇതൊന്നും ഡൗട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് അറിയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പ്ലാൻ അനുസരിച്ച് നമ്മളെ ദിവസം പോകും. അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ്, പൊളിറ്റീഷ്യൻസ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഓലൊക്കെ പ്ലാൻ ചെയ്തു ഓരോ ദിവസം, പ്ലാൻ ദിവസത്തിന് നമ്മൾ പോകേണ്ടി വരും. കാരണം നമുക്കറിയില്ല ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന്. സോ അപ്പോൾ എന്താ ചെയ്യുക, ടു ഡു ലിസ്റ്റ് രണ്ടാമത്തെ കീപ്പ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ സംഭവമാണ് പ്രൊഡക്ടിവിറ്റി നമ്പർ 3, ബിഗ് ടാസ്ക്സ് ഇൻ ടു സ്മാൾ സ്റ്റെപ്സ്. അതായത് നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ ചെയ്യാണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ ഒക്കെപ്പാടെ കാണുമ്പോൾ എന്ത് ചെയ്യുക, നമുക്കൊരു ചെയ്യാൻ മടിയില്ല വരേക്കാരം. അപ്പോൾ എന്ത് ചെയ്യാം, സംഭവങ്ങളെ ചെറുതാക്കി എന്താ ചെയ്യുക, അതിനെ സ്മാളാക്കിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ചെയ്ത് തീർക്കുക. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ 10 ചാപ്റ്റർ ദിവസം പഠിക്കാണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 2 ചാപ്റ്റർ എടുക്കുക, പഠിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക, വീണ്ടും പഠിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക. അല്ലാതെ ഒന്നായിട്ട് പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ചെറുതായിട്ട് പഠിക്കുക. നമ്മളെ ബ്രെയിൻ എപ്പോഴും ചെറിയ സംഭവങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അതായത് അതുപോലെ തന്നെ വലിയ സംഭവങ്ങൾ ഒറ്റയടിക്ക് പഠിക്കാനോ വലിയ സംഭവങ്ങൾ ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്യാനോ നമ്മളെ ബ്രെയിൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളാണ്. അങ്ങനത്തെ ഒരു ചേഞ്ചസിന് നമ്മളെ ബ്രെയിന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ചെറിയ സംഭവങ്ങൾ ചെയ്ത് എന്ത് ചെയ്യുക, ആ വലിയ ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ പ്രൊഡക്ടിവിറ്റി നമ്പർ 4, സേയിങ് നോ. അതായത് നമ്മളിപ്പോൾ രാവിലെ ചിലപ്പം നിങ്ങൾ ടു ഡു ലിസ്റ്റൊക്കെ കീപ്പ് ചെയ്തേക്കും, ഇന്നത് ചെയ്യണം, അതുപോലെ തന്നെ എനിക്ക് ഈ സംഭവം കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം എന്നൊക്കെ കരുതി വെക്കും. ബട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവത്തിന് ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ യെസ് പറയും.
നിങ്ങൾ ഒരിക്കലും നോ പറയാൻ നിങ്ങൾക്ക് വയ്ക്കൂല. സോ അതൊരു സ്കില്ലാണ്, നോ പറയാനുള്ള ഒരു സ്കില്ലാണ്. നമ്മളെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സംഭവങ്ങൾ ചെയ്ത് തീർക്കാണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ദിവസം നമ്മൾ വേറൊരു കാര്യം ഉദ്ദേശിക്കണം എന്ത് ചെയ്യുക, സേ ടു നോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് നമ്മളതാണ്. നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ഡേക്ക് അനുസരിച്ച് ഒയ്ക്കിൻ്റെ ഒപ്പം ഇങ്ങനെ പോകലല്ലേ വേണ്ടിയത്, നമ്മൾ ഒയ്ക്കിനെതിരെ നീന്തുകയാണ് വേണ്ടിയത്. നമ്മളെന്തെങ്കിലും സംഭവം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നാളെ ഇന്ന സംഭവങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാതെ നമ്മളെ സംഭവങ്ങൾ ചെയ്ത് തീർക്കാൻ കാര്യങ്ങൾ നോക്കാം. പ്രൊഡക്ടിവിറ്റി നമ്പർ 5, ഗുഡ് സ്ലീപ്പ്. മോസ്റ്റ് ഓഫ് ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഓലെ വിചാരം ഞാൻ ഉറങ്ങുന്ന സമയത്തും കൂടി കുറച്ചും കൂടി നേരെ എടുത്ത് പഠിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്ന സമയത്തും കൂടി കുറച്ചും കൂടി സമയം ഏറെ എടുത്താണ് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി എൻ്റെ ഔട്ട്കംസ് അല്ലെങ്കിൽ എൻ്റെ എഫിഷ്യൻസി ഈ സംഭവങ്ങൾ എനിക്കൊന്നും കൂടി കൂട്ടാൻ പറ്റുന്നതാണ്. ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റുപ്പിഡ്. കാരണം അതൊരു പൊട്ടത്തര ഐഡിയയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇമോഷന്, നമ്മളെ കൺട്രോൾ, നമ്മളെ ഫോക്കസ്, നമ്മൾ എന്ത് സംഭവിക്കോട്ടെ ലൈഫിൽ ഏത് സംഭവം നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണേ അല്ലെങ്കിൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഭാഗമാവണത് നമ്മളൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉറങ്ങുമ്പോഴാണ്. നമ്മൾ ഇപ്പോൾ ജിമ്മിൽ പോയി നല്ല ഫുഡ് കഴിച്ചു, ബട്ട് നിങ്ങളെ ബോഡിക്ക് നല്ലൊരു ഉറക്കം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ മറ്റേ വെള്ളമില്ലാത്ത പുഴയിൽ നീന്തുന്ന അവസ്ഥയ്ക്കാരം. കാരണം ഇതൊക്കെ റെഡി ആവുക, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ ബോഡിമൊക്കെ സ്ട്രക്ചർഡായി വരിക നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് മിനിമം എന്തായാലും ഒരു ആവറേജ് ഒരു 7 to 9 hours എങ്കിലും ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. സ്ലീപ്പിൻ്റെ ഒക്കെ ക്വാളിറ്റി കാര്യങ്ങൾ, സ്ലീപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞല്ലോ, അപ്പോൾ എന്ത് ചെയ്യുക, മിനിമം ഇപ്പോൾ നിങ്ങൾ 8-10 മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക, ആ സമയത്ത് തന്നെ ഉറങ്ങാൻ നോക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളെ ഉറക്കം ഇങ്ങോട്ടൊക്കെ തെറ്റുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ ആ സമയത്തിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ആ സമയത്തിരുന്ന് വർക്ക് ചെയ്യാൻ നിൽക്കുക. കാരണം ഈ സമയത്ത് ഉറങ്ങിയാലുള്ളൂ പിറ്റേ ദിവസം നമുക്ക് ഈ സമയത്ത് ഉറങ്ങിയാലും പിറ്റേ ദിവസം നമുക്ക് നീച്ചാണ്ട് എന്ത് ചെയ്യുക, നമ്മളെ കാര്യങ്ങളൊന്നും കൂടി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാം. സോ ലാസ്റ്റ് പ്രൊഡക്ടിവിറ്റി നമ്പർ 6, അപ്ലൈ 80-20 റോള് ഇൻ വാട്ട് യു ആർ ഡൂയിങ്. ഏത് സംഭവത്തിലായാലും നമ്മുടെ ലൈഫിൽ സ്ലീപ്പിലായാലും ജിമ്മിൻ്റെ കാര്യത്തിലായാലും നല്ല ഫുഡിൻ്റെ കാര്യത്തിലായാലും വർക്കിൻ്റെ കാര്യത്തിലായാലും നിങ്ങളെ കണ്ടൻറ്റ് ക്രിയേഷൻ്റെ കാര്യത്തിൽ ഏത് സംഭവത്തിലായാലും എന്താ ചെയ്യുക, 80-20 റോള് പാലിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാരാണ്. നമ്മളാരും വലിയ മറ്റേ എൻ്റെ മെഷീന്മാർ ഡെയിലി ഒന്നും ഒരേ സമയത്ത് എണീക്കുക, ഈ സമയത്ത് ബുക്ക് വായിക്കുക, ഈ സമയത്ത് നല്ല ഫുഡ് കഴിക്കുക, ഈ സമയത്ത് ജിമ്മിൽ പോവുക, ഈ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുക, ഈ സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുക, എന്നും ഒരേമാതിരി നമുക്ക് ഉദ്ദേശിച്ച മാതിരി പോകാൻ വൈക്കോളണമെന്നുണ്ടാവില്ല. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഫ്ലെക്സിബിലിറ്റി വേണം. നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കാത്ത പരിപാടികൾ വന്നേക്കാം, ഉദ്ദേശിക്കാത്ത അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ, മീറ്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ വന്നേക്കാം. കാരണം അതിനൊന്നും ഇഗ്നോർ ചെയ്താണ് ഞാൻ അതിനൊന്നുമില്ല, ഞാൻ ഫുള്ള് ഗ്രൈൻഡിങ് ആണ്, എനിക്ക് എൻ്റെ ലൈഫ് ബെറ്റർ ആക്കണം, അതാണ് ഇതാണ് അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളാരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞ മാതിരി മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, നമുക്ക് മനുഷ്യന്മാർ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ എന്ത് ചെയ്യാം, 80-20 റോൾ. അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 80% ഗുഡ് ലൈഫ് ജീവിക്കുക, പിന്നെ 20% ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ 80% എന്ത് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, പിന്നെ 20% നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. ഒരു 80% ഒരു മാസത്തിലൊരു 80% പറയുമ്പോൾ എങ്ങനെ ഒരു 20 അല്ലെങ്കിൽ 25 ദിവസം നല്ലൊരു ഗുഡ് സ്ലീപ്പ് എന്നും ഒരു 7 to 9 hours നിങ്ങളെ ബോഡിക്ക് കൊടുക്കുക. പിന്നെ ഒരു 5 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെക്സിബിലിറ്റി ആയാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കുളം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നല്ല തെളിഞ്ഞ വെള്ളം, അതിൻ്റെ അടിയൊക്കെ കാണുന്നുണ്ട്, നല്ലൊരു കുളം, നല്ലൊരു ഫ്രഷ് കുളം. അതിൽ നിങ്ങൾ ചെറിയ എന്തെങ്കിലും ഒരു മോശപ്പെട്ടൊരു കുറച്ചൊരു ചളിയോ അങ്ങനെ എന്തെങ്കിലും സംഭവം കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ വെള്ളം കലങ്ങോ? ഒരിക്കലുമില്ല. മേ ബി എന്തെങ്കിലും കുറച്ച് ആ മേലെ ഭാഗം ഒന്നും ഇങ്ങനെ പാടയാണ്ട് അത് അപ്പം തന്നെ പോകും. നേരെ മറിച്ച് ഫുള്ളി ചളി കട്ട ഇങ്ങനെ കിടക്കണ ഒരു ഫുള്ളൊരു കുളം, അതിലേക്ക് നിങ്ങൾ നേരെ മറിച്ച് ഒരു നല്ലൊരു സംഭവങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചെഴുതി അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? അവിടെ ഒന്നുമില്ല. ആ ചളിയൊക്കെ അതുപോലെ തന്നെ അതേമാതിരി തന്നെയാണ് നമ്മൾ ലൈഫ് നല്ല ബെറ്റർ ആക്കി ഒരു 80% നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സ്ലീപ്പ് ബോഡി കൊടുത്ത് നല്ല ഫുഡ് കഴിച്ച് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഗോൾസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു 80% നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 20% നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കരുതി വലിയ പ്രശ്നം വരില്ല. അത് നേരെ മറിച്ച് നമ്മൾ ഒന്നും ചെയ്യണില്ല, എന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെയ്യാൻ നല്ല കാര്യം ചെയ്തിട്ടും കാര്യമല്ല. സോ I hope this video is helpful for you guys. See you in the another video.